ഫസ്റ്റ് വേണ്ടത് ഞണ്ട്, ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി. സോ ഹലോ, വെൽക്കം ടു ഈസി കിച്ചൺ. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രാബ് റോസ്റ്റാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എണ്ണ ഒഴിക്കാം. അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഓണിയൻസ് പ്ലസ് നമ്മുടെ പച്ചമുളക്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്യാം. സോ നിയർലി 1 to 2 മിനിറ്റ്സ് നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് പിന്നെയും അടച്ചു വയ്ക്കാം. മുന്നേ വറുത്ത് വെച്ച മുളക് പൊടി, ചുവന്ന മുളക്, പിന്നെ കൊത്തമ്പാരി സീഡ്സും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് മുറിച്ച് വെച്ച ടൊമാറ്റോസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിന്നെയും ഇളക്കാം. ഇതൊക്കെ കൂടി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് അടച്ചു വയ്ക്കാം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ അരപ്പില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് എടുത്തിട്ട് ഇടുക അതിലേക്ക്. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തിളച്ച് വരും. തിളച്ച് വന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
മറക്കാതെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അടുത്ത ഡിഷുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ഈസി കിച്ചൺ.